രോഗബാധിതനായി ആശുപത്രിയിൽ കഴിയുന്ന പാപ്പയുടെ സൗഖ്യത്തിനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരുകയാണ്. ഫ്രാൻസിസ് പാപ്പ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചുവരുന്ന അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ വിശ്വാസിയും. ദിവ്യകാരുണ്യനാഥനുമായി ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് പാപ്പ. കൂടാതെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നേരിൽ കാണുവാനും ഫ്രാൻസിസ് പാപ്പയ്ക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാപ്പയുടെ രോഗാവസ്ഥയിലും ദിവ്യകാരുണ്യനാഥൻ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ജനം വിശ്വസിക്കുന്നു. ബ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിക്കുമ്പോഴായിരുന്നു ജോർജ് മരിയ ബെർഗോളിയോയ്ക്ക് ഈ അത്ഭുതം നേരിട്ട് കാണുവാനുള്ള അവസരമുണ്ടായത്. 1996 ഓഗസ്റ്റ് 18 അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലെ സാന്താ മരിയ വൈക്കപാലിറ്റോ അൽമാഗ്രോ ദേവാലയത്തിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. വൈകുന്നേരം ഇടവക വികാരിയായ ഫാദർ പെസറ്റയോട് ഇടവക അംഗമായ യുവതി പള്ളിയുടെ പുറകിലുള്ള രൂപത്തിനടുത്തുള്ള മെഴുകുതിരി സ്റ്റാൻഡിന്റെ അടുത്തായി തിരുവോസ്തി കിടക്കുന്നതായി അറിയിച്ചു. തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ വൈദികൻ തിരുവോസ്തി കൈകളിലെടുക്കുകയും ഭക്ഷ്യയോഗ്യമല്ലാത്തതിനാൽ അലിയിച്ചു കളയുവാൻ തീരുമാനിച്ച് വെള്ളത്തിലിട്ട് വെക്കുകയും ചെയ്തു. പിന്നീട് ആഗസ്റ്റ് 26 തിരുവോസ്തി അലയിപ്പിക്കുവാൻ ഉപയോഗിച്ച ടേബർനാക്കിൾ തുറക്കുന്നത്. ടേബർനാക്കിൾ തുറന്നപ്പോൾ തിരുവോസ്തി മാംസരൂപമായി മാറിയതാണ് ഫാദർ പെസറ്റ് കണ്ടത്. തുടർന്ന് ബ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പായിരുന്ന ജോർജ് മരിയോ ബെർഗോളിയോയെ വിവരമറിയിക്കുകയും ചെയ്തു. മാംസമായി മാറിയ തിരുവോസ്തിയുടെ ചിത്രമെടുക്കുവാൻ ആർച്ച് ബിഷപ്പ് ജോർജ് മരിയോ ബെർഗോളിയോ ആവശ്യപ്പെട്ടു. 1996 സെപ്റ്റംബർ 6 ഈ ചിത്രമെടുത്തത്. തുടർന്ന് ടേബർനാക്കിളിൽ തന്നെ തിരുവോസ്തി സൂക്ഷിക്കുവാനും തീരുമാനിച്ചു. 3 വർഷം കഴിഞ്ഞിട്ടും മാംസരൂപമായി മാറിയ തിരുവോസ്തി നശിച്ചില്ല. ഈ തിരുവോസ്തി നശിക്കാതെ ഇരിക്കുവാൻ യാതൊരുവിധ രാസവസ്തുക്കളും ഉപയോഗിച്ചിരുന്നില്ല. മാംസരൂപമായി മാറിയ തിരുവോസ്തി പഠനവിധേയമാക്കാൻ അന്ന് ആർച്ച് ബിഷപ്പായിരുന്ന ഫ്രാൻസിസ് പാപ്പ ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് 1999 ഒക്ടോബർ 5 ആർച്ച് ബിഷപ്പിന്റെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ശാസ്ത്രജ്ഞരായ ഡോക്ടർ റിക്കാർഡോ കാസ്റ്റനൻ ഗോമസ് ന്യൂയോർക്കിലേക്ക് തിരുവോസ്തി കൊണ്ടുപോയി. പഠനത്തിനായി 5 അംഗ ശാസ്ത്രസമിതി രൂപീകരിക്കുകയും പ്രശസ്ത കാർഡിയോളജിസ്റ്റും ഫോറൻസിക് പാത്തോളജിസ്റ്റുമായ ഡോക്ടർ ഫെഡറിക് സുഗിബയുടെ നേതൃത്വത്തിൽ പഠനം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ സത്യസന്ധമായ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി ഇതെവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് ഇവർ വെളിപ്പെടുത്തിയില്ല. 5 അംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഹൃദയത്തിന്റെ ഇടതു വെൻട്രിക്കിളിന്റെ ഭാഗത്തുള്ള കോശമാണിതെന്നും ഇപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്ന ജീവനുള്ള ഹൃദയത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഭാഗമാണിതെന്നും ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി. പാപ്പയ്ക്ക് ദിവ്യകാരുണ്യനാഥനുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ബ്യൂണസ് അയേഴ്സിൽ നടന്ന അത്ഭുതം ഇന്നും അനേകരെയാണ് വിശ്വാസ വഴിയിലേക്ക് തിരികെ കൊണ്ടുവന്നത്.